നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ വാഷ് ഒരുപാട് ടൈപ്പ് കാർ വാഷ് മാർക്കറ്റിലുണ്ട്. ഒരുപാട് ടൈപ്പ് കാർ വാഷ് നമ്മൾ കാണുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒരു കാർ വാഷാണ്, പക്ഷേ ഇതിന് കാർ വാഷിനേക്കാൾ നല്ലത്, അതിനേക്കാൾ നല്ലൊരു പേര് എന്ന് പറയുന്നത് പ്രഷർ വാഷർ എന്ന് പറയുന്ന പേരാണ് ഇതിന് നല്ലത്. ഈ മെഷീൻ കാണുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ റെഡിമെയ്ഡ് മെഷീൻ അല്ല. നിങ്ങൾ മാർക്കറ്റിൽ പോയി അന്വേഷിക്കുക, ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് മെഷീൻ കിട്ടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ കസ്റ്റം ചെയ്യുന്നതാണ്, നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന മെഷീനാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കംപ്ലൈന്റ് ഒരുപാട് കുറവാണ്. മോട്ടർ ഹെവി ഡ്യൂട്ടി മോട്ടറാണ്, കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ സാധിക്കും, വാട്ടർ ഫ്ലോ കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് വണ്ടി കഴുകുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാം, പാല് കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആളുകൾ. പക്ഷെ അതിന്റെ വെള്ളത്തിന്റെ യൂസേജ് അല്പം കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ പേഴ്സണലി അധികം റെക്കമെൻഡ് ചെയ്യാറില്ല, കാരണം വാട്ടർ ഫ്ലോ കൂടുതലുണ്ട്. പക്ഷേ ചില ഏരിയയിൽ ഈ മെഷീൻ പാല് കഴുകാനായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കംപ്ലൈന്റ് കുറവാണ് എന്നുള്ളതാണ് പാല് കഴുകാൻ യൂസ് ചെയ്യാനുള്ള മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത്. ഇതിന്റെ ഈ കാണുന്ന പമ്പ് യൂണിറ്റ് പല ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് മെയിനായിട്ട് മരുന്നടിക്കുന്ന ആപ്ലിക്കേഷനുകൾക്ക്, പൈനാപ്പിൾ, കന്നാര പോലുള്ള അഗ്രികൾച്ചറൽ ഫാമുകളിൽ നമുക്ക് മരുന്നടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പമ്പ് യൂണിറ്റ് ആണിത്. HTP പമ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ പമ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പമ്പ് സെപ്പറേറ്റ് ആണ്, സ്റ്റാൻഡ് സെപ്പറേറ്റ് ആണ്, ബെൽറ്റ് അതുപോലെ മോട്ടർ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇരിക്കുന്നത്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഷീനാണ്. അതുപോലെ തന്നെ ഇതിന്റെ പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ബെൽറ്റ് കൊടുത്ത് മോട്ടറിൽ നമ്മൾ പവർ കൊടുക്കുന്നു, ഈ പുള്ളി കറങ്ങുന്ന വഴി ഈ പിസ്റ്റൺ കറങ്ങുന്നു. ഇതിനകത്ത് 3 പിസ്റ്റൺ വരുന്നുണ്ട്. 3 പിസ്റ്റൺ വർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് ഇതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് സെക്ഷൻ ഹോസ് ഉണ്ട്. ഇത് മറ്റൊരു വെള്ളം വലിച്ചെടുക്കാനുള്ള സംവിധാനം ഈ മെഷീനുണ്ട്. മറ്റുള്ള മെഷീനൊക്കെ കൂടുതലും ടാപ്പിൽ നിന്ന് വെള്ളം കൊടുക്കാനാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ മെഷീൻ നമുക്ക് വെള്ളം സക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ഇത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാരലിലേക്കോ ഒക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇത് വലിച്ചെടുത്തോളൂ. ഈ കാണുന്ന ഫിൽറ്ററാണ്. ഫിൽറ്റർ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഫിൽറ്ററോടെ ഫിറ്റ് ചെയ്ത ശേഷം ഇതിന്റെ ഈ ഓസിന് ഇങ്ങനെ തുമ്പ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിനകത്തോട്ട് വലിച്ചെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കാർ വാഷ് ചെയ്യുന്ന സമയത്ത് 2 ഔട്ട്പുട്ടിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാർ വാഷർ പ്രഷർ വേണ്ട സ്ഥലങ്ങളിൽ ഒരു ഔട്ട്പുട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മറ്റേ ഔട്ട്പുട്ട് നമ്മൾ ക്ലോസ് ചെയ്തിടണം. ഈ 2 ഔട്ട്പുട്ടാണ്. മരുന്നടിക്കുന്ന ആവശ്യങ്ങൾക്ക് പ്രഷർ കുറവുള്ള സ്ഥലത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 യൂസ് ചെയ്യാം. അതുപോലെ ഇതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു 10 മീറ്റർ ഓസ് അടക്കമാണ് ഈ മെഷീൻ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഓസ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. 10 മീറ്റർ ഉണ്ട്. നമുക്ക് 50 മീറ്റർ വരെയൊക്കെ ലെങ്ത് വേണമെങ്കിൽ കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഈ ഓസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് ഗണ്ണ് മറ്റുള്ള ചൈന അല്ലെങ്കിൽ ഇമ്പോർട്ടർ കാർ വാഷ് കാണുന്ന പോലത്തെ ഒരു ഗണ്ണല്ല അതിന്റെ കൂടെ വരുന്നത്. ഇത് ഷോർട്ട് ഗണ്ണാണ്, നീളം കുറഞ്ഞിട്ടുള്ള ഗണ്ണാണ് ഈ കാണുന്നത്. ചെറിയൊരു ഗണ്ണാണ് ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകത, പ്രഷർ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓവർഫ്ലോ നമുക്ക് ഔട്ട്പുട്ട് ഓവർഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാം. പ്രഷർ കുറച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഓവർഫ്ലോ ഉണ്ട്. ഈ സൈഡിൽ ഓവർഫ്ലോ ഓസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് വരുന്ന വെള്ളം ബാക്കിലേക്കായിട്ട് തള്ളി വീണ്ടും ടാങ്കിലേക്ക് വന്നോളൂ. അപ്പോൾ അധികം റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് കംപ്ലൈന്റ് ഇല്ലാതെ ഹെവി ആപ്ലിക്കേഷൻ, ഫാം, അതായത് പന്നി, പശു അതുപോലെ വരുന്ന മൃഗങ്ങളുടെ കൂടുകൾ കഴുകുന്ന ആവശ്യങ്ങൾക്ക്, വണ്ടി കഴുകുന്ന ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ഡ്യൂട്ടി കാർ വാഷാണിത്. ഇത് വളരെ റീസണബിൾ റേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. കേരളത്തിൽ എവിടെ വേണം നിങ്ങൾക്ക് ഡെലിവറി തരാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.